ഈ ഗ്രൂപ്പിൽ ഞാൻ അറിയാതെ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ മനസ്സ് ഇതുപോലെ എന്തോ ഒരു ഇതിൽ ഉടക്കിയിരുന്നു. അതുകൊണ്ടാണ് രക്തം രക്തത്തെ കണ്ട തിരിച്ചറിയുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടപ്പോൾ ഇതിലേക്ക് കയറാനും പെട്ടെന്ന് തന്നെ എനിക്ക് ഇതിലോട്ട് ആകർഷണമാകാനും സാധിച്ചത്. ഇന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കുക. അത് നമ്മൾ യേശുദേവൻ പറഞ്ഞതുപോലെ കേൾക്കാൻ നമ്മൾ ശത്രുവിനെ സ്നേഹിക്കാൻ പറയാൻ നമ്മളെ കൊണ്ട് നടക്കില്ല. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നടന്ന ഒരാളാണ് ഞാൻ. അത്രത്തോളം ദേഷ്യത്തില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് എന്തോ ഒരു നന്മ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് പതിയെ മനസ്സിലാകത്തുള്ളൂ. ക്ഷമിക്കുക എന്ന് പറയാൻ നടക്കത്തില്ല. പക്ഷേ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ പണ്ടൊക്കെ ഭയങ്കര കൊങ്കോവിയും എടുത്തുചാട്ടക്കാരും ദേഷ്യക്കാരനുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ അള്ളാഹ് എനിക്ക് ഒത്തിരി ക്ഷമ തന്നിട്ടുണ്ടെന്നാണ്. അത് എവിടുന്ന് വന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് പടച്ചവൻ്റെ എന്തോ ഒരു കാരുണ്യമാകാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ടീമിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ പ്രവർത്തനങ്ങളും ഇന്നത്തെ ആ ടോക്ക് ചെറിയൊരു സിനിമയിലെ കഥയാണ് പറഞ്ഞെങ്കിൽ പോലും ഞാനങ്ങനെ സിനിമ ഫുള്ള് കാണുന്ന ഒരാളല്ല. സിനിമ ചിലപ്പോൾ നമ്മൾ ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് കണ്ടുപോകുന്നു എന്നുള്ളല്ലാതെ അങ്ങനെ. പക്ഷേ ഇന്നത്തെ ആ സിനിമയുടെ ഒരു കഥയായിട്ട് പറഞ്ഞതിൻ്റെ അകത്ത് പറഞ്ഞ ആ ഒരു ഇത് അതിൻ്റെ ഒരു ആകെ ഉള്ളടക്കം അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പോലെ എനിക്കൊരു തോന്നലായിപ്പോയി. ഡയറക്റ്റ് അതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല, എങ്കിൽ പോലും വേറൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ നമുക്ക് ആത്മവിശ്വാസം നൽകുവാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ദൈവത്തെ അറിയുവാനും. കാരണം ഇസ്ലാം മത വിശ്വാസപ്രകാരം അള്ളാഹുവിലും റസൂലിനെയും സ്നേഹിച്ചിട്ട്, അതായത് ലോകത്തുള്ള മുഴുവൻ വസ്തുവിനെക്കാട്ടിലും ഭാര്യ, മക്കൾ, അവൻ്റെ ധനം, സ്വത്ത്, കുടുംബം എല്ലാം അവൻ്റെ എല്ലാത്തിലും ഉപരി അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആകില്ല എന്നാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ വിശ്വാസം അങ്ങോട്ട്, എനിക്കറിയില്ല, നമ്മുടെ വിശ്വാസം അങ്ങോട്ട് ഉറക്കുകയാണ്. നമ്മൾ ഇത്രയും നാളും കപടവിശ്വാസിയായിട്ടല്ലേ ജീവിച്ചു പോയത് എന്നൊരു തോന്നലായി പോവുക. നമ്മുടെ വിശ്വാസത്തിൽ ഭയങ്കരമായ വ്യതിചലനം. കാരണം പണ്ടൊരു വാദം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കറുത്തവാവ് ദിവസം കരിമ്പാറയിൽ കറുത്ത ഉറുമ്പിരിക്കുന്ന പോലെ കപടവിശ്വാസം നമ്മളിൽ വന്നു ചേരുമെന്നാണ്. അത് ഏത് രീതിയിലാണെന്ന് നമ്മൾ പോലും അറിയാതെ. അപ്പോൾ അത് എത്രത്തോളം ഗോപ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഈ മണ്ണിൻ്റെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മണ്ണിൻ്റെ ആ മോശപ്പെട്ട സ്വഭാവം എല്ലാം നമ്മളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറിയെടുത്ത് ആത്മാവിനെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കണമെങ്കിൽ കാര്യമായ പണിയുണ്ട്. കാരണം ഞാൻ ആദ്യം 1-2 ദിവസം ഒന്നും കണ്ണട ചിരിക്കാറില്ലായിരുന്നു. എനിക്ക് ഞാൻ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് നടക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈം ഒരു പാചകമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ സമയം കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഇറക്കി നിൽക്കുന്നത്. ഇപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനെന്തോ കുറേ ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലിൽ നിന്നൊരു പെരുപ്പോ എനിക്കറിയത്തില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ആകുമായിരിക്കും. പക്ഷേ അവിടമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കരമായ ഒരു ഉൾപ്ലവം ഉണ്ടാകുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മൾ തേടി നടന്നതിനെ കണ്ടെത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സർവ്വശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു എല്ലാവിധ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇതുപോലുള്ള സാധാരണക്കാർ, കാരണം ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം ഇവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവിലേക്ക് മടങ്ങുക. റബ്ബേ, നിനക്ക് തന്നെ സർവ്വസ്തുതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാനും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ സാധിച്ചത്.